മാറ്റം വരുത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ ആയിത്തീർന്നാൽ അതിന് മാറ്റം വരും? അപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കതിന് രക്ഷപ്പെടാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷം തിരിച്ചു കിട്ടുമോ? എന്നാൽ ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ചങ്കുറപ്പോടെ പറയാം, അതിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ്. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ചങ്കുറപ്പോടെ, ചങ്കുറ്റത്തോടെ, ആവേശത്തോടെ പ്രസംഗിക്കാൻ കാരണം ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെ വലിയ സമാധാനം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ പണ്ടൊരു സംഭവം കഥ ഇങ്ങനെയാണ്, ഒരു സംഭവ കഥയാണ്. ആഫ്രിക്കയിൽ മരഭോജികളെടുക്കൽ ഈ സുവിശേഷമായി ഇവിടുന്ന് ദൈവദാസന്മാരോട് കടന്നു ചെന്നു. ഉടനെ ആ ദേശത്തൊക്കെ ഇവിടെ സുവിശേഷം പറഞ്ഞ് അനേകം മരഭോജികൾ യേശുവിനെ കുറിച്ച് അറിയാതെ വന്നു. അവരതെല്ലാം വിട്ട് അവർ വലിയൊരു നല്ലൊരു മനുഷ്യനായി തീർന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കടന്നു ചെന്ന ദൈവദാസൻ അവരോട് കാര്യം ചോദിച്ചു, ഹേ മരഭോജികളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ സുവിശേഷം വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് മാറ്റമുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ആ മരഭോജിയ മനുഷ്യൻ പറഞ്ഞു, പ്രിയ ദേവദാസ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിന് മാറ്റം വരുത്തുന്ന ഒറ്റ തെളിവ് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം വന്നില്ലെങ്കിൽ ഇന്നത്തെ ആഹാരം പ്രിയ ദേവദാസനായെന്ന് ആ മരഭോജികൾ പറയുവാനിട വന്നു. സ്നേഹിത, അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയാം, മരഭോജിയെ മരസ്നേഹിയാക്കിയ മാറ്റം വരുത്തിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ